വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ഫാമിലി. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ കേട്ടോ. തലയിൽ നിറയെ താരനാണോ? എന്ത് ചെയ്തിട്ടും പോണില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയും ഈ സിറം നിങ്ങൾക്കുള്ളതാണ്. വീട്ടിൽ കിട്ടുന്ന വെറും 3 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയുള്ള സിറാണ്. 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇതിന് അധിക പൈസ ചെലവില്ല. പ്രത്യേകിച്ച് മലയാളികളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവണം 3 ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ള സീറാണ്. വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ ഇത് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അത് എനിക്ക് എഫക്റ്റീവ് അല്ല, എനിക്കത് ഉപകാരപ്പെടുന്നില്ല വെച്ചിട്ട് മാറ്റി കളയുകയാണെങ്കിൽ ഇത് എന്തായാലും എനിക്ക് ഉപകാരപ്പെടാൻ പോണില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 3 വട്ടം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ തലയിൽ താരം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ ചെയ്ത് വിജയിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നേക്കണേട്ടാ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അധികം ചെലവില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നേക്കണത്. അപ്പൊ എങ്ങനെ സിറ ഉണ്ടാക്കണേ കാണിച്ചു തരാം. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണം എന്നുള്ളത് വീഡിയോ നേരെ പോയി കണ്ടിട്ട് വരും കേട്ടോ. ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു പാത്രത്തിൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലൊരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ചായപ്പൊടി, അതേപോലെ തന്നെ ഒരു സവോളയുടെ പകുതി അരിഞ്ഞത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഒരു 10 മിനിറ്റ് തിളച്ചാൽ മതി. അത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായി സാധാ വെള്ളത്തിന്റെ തണുപ്പിലേക്ക് ആ വെള്ളം നോർമലായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നത്. അതേപോലെ സ്പ്രേ ബോട്ടിൽ നമുക്ക് പുറമെ വാങ്ങിക്കാൻ കിട്ടും. അധികം പൈസ ഒന്നും ആവില്ല. പിന്നെ ഞാനിത് ഇതേപോലെ ഒരു അരിപ്പ പോലത്തെ ഒരു സംഭവം വെച്ചുകൊടുക്കുന്നുണ്ട്. കാരണം നമ്മളതിൽ ചായപ്പൊടി ഉലുവയൊക്കെ ഇട്ടുള്ളതല്ലേ. അപ്പം എങ്ങാനും അതൊക്കെ വീഴുകയാണെങ്കിൽ അതിൽ ഇതായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തേക്കണത്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ബാക്കി തലയിൽ അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് എല്ലാരും കണ്ടെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞതിലൊരു മാറ്റമില്ലല്ലോ. ഇത്ര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമല്ല. വളരെ ചെലവ് കുറഞ്ഞ് നമ്മളെ വീട്ടിൽ മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ സ്പ്രേ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കണത്. അതാണ് നമ്മളെ തലയിൽ യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് വെള്ളം പോലെയാണല്ലോ, വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ആണല്ലോ ഇതിനുള്ളത്. അപ്പൊ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കുക. അല്ലാണ്ട് ഒരു കോട്ടണിൽ മുക്കിയിട്ട് അങ്ങനെ ആക്കി കൊടുത്താലും മതി. പക്ഷെ സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തല ഒന്ന് ഞാൻ ചെയ്യണ പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. തല ആദ്യം നമ്മളൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ നഖം തട്ടിയിട്ട് നമ്മളൊരു ലൈറ്റ് ആയിട്ട് ചൊറിഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ തലയിൽ ഓൾറെഡി ഉള്ള താരനൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. നല്ല സുഖം ഉണ്ടാവട്ടെ അങ്ങനെ ചൊറിയാനായി. അടിപൊളി. അങ്ങനെ തലയിൽ ഓൾറെഡി ഉള്ള താരം ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതിങ്ങനെ നൈസായിട്ട് അങ്ങനെ ചൊറിഞ്ഞ് കുറച്ചു നേരം ഒരു നല്ലതാണ്. നമ്മൾ തല മസാജ് തീർക്കുന്നത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ. തല ഇടയ്ക്കൊന്ന് മസാജ് തീർക്കുന്നതൊക്കെ. പക്ഷെ ഇത് നമ്മൾ താരനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൾറെഡി ഉള്ള താരനൊന്ന് ഇളകിയിരിക്കുമ്പോൾ നമ്മൾ സിറം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി എഫക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ തല ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നഖം തട്ടിച്ചിട്ട് കേട്ടോ. നഖം തട്ടിച്ചിട്ട് തല മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചീർപ്പെടുത്തിട്ട് ഇതേപോലെ മുടി നമ്മൾ പാർട്ടീഷൻ എടുക്കുക, പാർട്ടീഷൻ ആക്കുക കേട്ടോ. അങ്ങനെ ഓരോരോ സൈഡ് പാർട്ടീഷനോ സെന്റർ പാർട്ടീഷനൊക്കെ ആയിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പത്തിനാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ സ്പ്രേ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കണത്. അതിന്റെ ക്യാപ്പ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തലയിൽ. ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോ കറക്റ്റ് എല്ലായിടത്തും നമുക്ക് തട്ടും. കണ്ടോ. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടെ നമ്മൾ നൈസായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഒക്കെ നന്നായിട്ട് അബ്സോർബ് ആയി കിട്ടും കേട്ടോ. തലയോട്ടിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ മുടി മൊത്തം ചെയ്തെടുക്കണം. അങ്ങനെ മുടി ഇതേപോലെ പാർട്ടീഷൻ ആക്കി എടുത്തിട്ട് തല മൊത്തം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മറക്കരുത്. വിരൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാലും തലയിൽ നന്നായിട്ട് അബ്സോർബ് ആയി കിട്ടുള്ളൂ. തലയിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ സിറ എത്തണം കേട്ടോ. അങ്ങനെ വേണം ചെയ്യാൻ. സൈഡിലെല്ലാം താരൻ ഉണ്ടാവും. അവിടെയൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വിരൽ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടാക്കണതായാലും അപ്ലൈ ചെയ്യണതായാലും എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ ഇതുപോലെ ഞാൻ മൊത്തം ഇതേപോലെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഇതേപോലെ ഞാൻ മൊത്തം സ്പ്രേ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തം സ്പ്രേ
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തല മൊത്തമായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാല് നമ്മൾ ഇതേപോലെ മുടി നന്നായിട്ട് തലയുടെ തലയോട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളിപ്പോ അപ്ലൈ ചെയ്ത സീറം എല്ലായിടത്തും ആവാനും മാത്രമല്ല നമ്മൾ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നല്ലതാണ് കേട്ടോ. ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. വല്ലാണ്ടിട്ട് മസാജ് ചെയ്യേണ്ട, കാരണം നമ്മുടെ മുടി ഓൾറെഡി വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ വല്ലാണ്ടിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് എല്ലായിടത്തും അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് മാത്രം നൈസായിട്ടൊന്ന് മസാജ് 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മുടി നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക. ടൈറ്റ് അല്ലാതെ ലൂസായിട്ട് വേണം മുടി കെട്ടി വെക്കാൻ കേട്ടോ. എന്തേലും ക്ലോത്ത് വെച്ചിട്ട്, അതായത് നമ്മൾ തോർത്തോട്ട് ഇറക്കി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പൊതിഞ്ഞു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്താൽ മതി. എല്ലാശെങ്കിൽ ഇതേപോലെ നമ്മൾ കെട്ടില്ല, നമുക്ക് കിട്ടില്ല. അതേപോലെ കെട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞാൽ നൈസായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു, അതായത് മൈൽഡ് ഷാമ്പു ഇല്ലേ, ഈ കുട്ടികളുടെ ഷാമ്പു അതായാലും മതി. അല്ലെങ്കിൽ കുറച്ച് ഷാമ്പു എടുത്തിട്ട് കുറെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയുക. കാരണം ഇതിൽ നമ്മൾ ഉപയോഗിച്ചേക്കണ ഉലുവയും സവോളയും മെയിൻ ആയിട്ട്. ഉലുവയും സവോളയാണ്. അപ്പൊ ഒരു സാമ്പാറിന്റെ ഒരു മണം വരും നൈസായിട്ട്. വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല, വെറും വെള്ളം വെച്ച് കഴുകിയാലും സംഭവം മണമൊന്നും ഉണ്ടാവില്ല, ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഷാമ്പു വെച്ച് കഴുകുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയാവും. അത്ര ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ താരം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് 100% ഉറപ്പാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കുറച്ച് പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ സ്കിപ്പ് ചെയ്യരുത്. അറിയില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ, പൈസയും അല്ലാണ്ട് ചെലവില്ല. അതാണ് ഇങ്ങനത്തെ വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യണത് കേട്ടോ. കാരണം എനിക്കും ഒരുപാട് പൈസ ചെലവാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. ബ്യൂട്ടി പാർലറിലൊക്കെ താരന്റെ ട്രീറ്റ്മെന്റ്, പ്രത്യേകം താരന്റെ ട്രീറ്റ്മെന്റുകൾ കിട്ടാനുണ്ട്. പക്ഷെ എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല. അപ്പൊ ഇന്നെ പോലെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാനിപ്പോ ഉള്ളത് നാട്ടിലല്ല, ഞാനിവിടെ ഷാർജയിലാണുള്ളത്. ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര സീനാണ്. ആ വെള്ളത്തിന്റെ ഇനി തോന്നുന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇത്ര താരനെ എന്റെ തലയിലുണ്ടായിരുന്നില്ല. എന്നാലും പാനുണ്ടായിരുന്നു. നമുക്ക് വലിയ കുഴപ്പം അന്ന് തോന്നിയത് അയ്യോ തല നിറച്ച് പാനാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ തോന്നുന്നത് കളഞ്ഞാൽ പോവും. പക്ഷെ താരന് എളുപ്പമല്ല, മുടിയൊക്കെ കൊഴിഞ്ഞു പോണ ഒരു തരം രീതിക്കാണ് പൊടി താരനായിട്ടാ വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഇതേപോലെയുള്ള റെമഡികളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയുക. മുടി നന്നായിട്ട് നോർമലായിട്ട് ഉണക്കിയെടുക്കുക. ഒരിക്കലും മറ്റേ ഡ്രയർ ഇതൊന്നും വെച്ചിട്ട് മുടി മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അതൊന്നും മുടിക്ക് അത്ര നല്ലതല്ല. എല്ലാവർക്കും അറിയണമായിരിക്കും, പക്ഷെ മുടിക്ക് അത്ര നല്ലതല്ല. അപ്പൊ എത്ര ചെയ്യേണ്ടുള്ളൂ. ഇതേപോലെ 10-15 മിനിറ്റ് വെക്കുക. കൂടുതൽ സമയം വെക്കേണ്ട കേട്ടോ. ഈ നീർക്കെട്ടിന്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് കുറച്ച് സീനായിരിക്കും, കാരണം വെള്ളമല്ലേ. അപ്പൊ ആരായാലും അത് 10-15 മിനിറ്റ് നേരം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്ത് കളയുന്നുണ്ട്. മുടി നന്നായി ഉണക്കി വെക്കുക. അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യങ്ങൾ ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് പോകും, 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.